10ാം ക്ലാസ്സിൽ ഇവന് മാർക്ക് വളരെ കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു +1 തുടർന്ന് പഠിക്കാൻ തന്നെ താല്പര്യമില്ല. വീട്ടിൽ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഇരുന്നോളാം എന്നാണ് അവൻ പറഞ്ഞത്. പക്ഷേ വീട്ടുകാർക്ക് നിർബന്ധം, ഇപ്പോഴേ എന്തെങ്കിലും പഠിക്കൂ, അതുകൊണ്ട് ഇവനൊരു ടെക്നിക്കൽ കോഴ്സ് ഏതെങ്കിലും പഠിപ്പിക്കാമെന്ന രീതിയിൽ അതിനു വേണ്ടി ചേർത്തു. പക്ഷെ ഇവന് പഠിക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് തന്നെ എന്നാൽ പോയാൽ പോയി, അതിന് മാത്രം ഇവൻ പഠിക്കാൻ ഒരുങ്ങുകയോ അത് എന്താണെന്ന് ഗൗരവത്തോടെ മനസ്സിലാക്കാൻ ശ്രമിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ അതിന് പകരം ഇവൻ്റെ താല്പര്യങ്ങളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവന് നമ്മൾ ഈ യൂട്യൂബിലൊക്കെ കാണുന്നത് പോലെ എന്ന് വെച്ചാൽ യാത്രാ വിവരണങ്ങൾ ചെയ്യുന്നത് പോലെ ഇവന് യാത്രകൾ നടത്തണം. അതാണ് ഇവൻ്റെ താല്പര്യം. എന്ന് വെച്ചാൽ അത് വെറും യാത്രകളല്ല, സൈക്കിൾ യാത്രകൾ നടത്തണം. എല്ലായിടത്തേക്കും സൈക്കിളിലാണ് ഇവൻ്റെ യാത്രകൾ. ഇവൻ ദീർഘദൂരങ്ങളിലൊക്കെ സൈക്കിൾ ചവിട്ടിപ്പോകും. ചിലപ്പോഴൊക്കെ രാത്രിയിലാണെങ്കിലും ചിലപ്പോൾ എവിടെയെങ്കിലുമൊക്കെ പോകാനുണ്ടെങ്കിൽ സൈക്കിളിലാണ് ഇവൻ്റെ യാത്ര. ഇവൻ്റെ രീതികളൊക്കെ വ്യത്യാസമാണ്. എന്ന് വെച്ചാൽ എല്ലാവരെയും പോലെ ഒരു ഡ്രസ്സിങ് ശൈലിയൊന്നുമല്ല ഇവൻ്റെ. ഇവൻ്റേതായ പ്രത്യേകമായ ഡ്രസ്സിങ് ശൈലികളൊക്കെയാണ്. എന്ന് വെച്ചാൽ ഇവനെ കണ്ടു കഴിഞ്ഞാൽ ഇവനൊരു യാത്രയ്ക്ക് പോകാൻ തോന്നില്ല. ഒരു വ്യത്യസ്തമായ, നമ്മൾ ഒരു നാടോടിയോ പോലെ എന്നൊക്കെ പറയില്ല, അങ്ങനെ ഒരു വ്യത്യസ്തമായൊരു ഡ്രസ്സിങ് ശൈലി, അതൊക്കെയാണ് ഇവൻ്റെ രസം. എന്നിട്ട് ഇവന് ഇഷ്ടമുള്ള രീതിയിലേക്ക്, ഇഷ്ടമുള്ള സ്ഥലങ്ങളിലേക്ക് യാത്രകൾക്ക് ആരും ഇവനെ നിർബന്ധിക്കാൻ പാടില്ല. വാസ്തവത്തിൽ ഇവൻ്റെ അമ്മയോ ഇവൻ്റെ അപ്പനോ ഇവൻ്റെ സഹോദരങ്ങളോ ആരും ഇവനെ നിയന്ത്രിക്കാൻ പാടില്ല. ഇവന് ഇഷ്ടമുള്ളതുപോലെ ചെയ്യണം. പഠിക്കാൻ വലിയ കാര്യമായിട്ട് താല്പര്യമില്ല. ഇനി ഇവൻ്റെ യാത്രകളുടെ ഇവന് കിട്ടുന്ന കൂട്ടുകെട്ടുകൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവന് പറയുന്നത്, ഇവന് ഒരുപാട് കൂട്ടുകാരുണ്ടെന്ന് പറയുന്നത്, ഇതുപോലെ യാത്ര ചെയ്യാൻ ഇഷ്ടമുള്ളവർ. അവരെ ഇവൻ കൂട്ടിന് ക്ഷണിക്കുന്നു, അവരൊപ്പം യാത്രകൾക്ക് പോകുന്നു. ഒപ്പം ഇവൻ്റെ കയ്യിൽ എപ്പോഴും ഫോൺ വേണം. എന്ന് വെച്ചാൽ ഇവന് ഒരുപാട് കോണ്ടാക്ട്സുകളുണ്ട്. ഇവൻ പറയുന്നത് ഇവൻ ഒരുപാട് യാത്രകൾ നടത്തുന്ന ആളുകളുടെ ഒരു സൗഹൃദമുള്ള ഒരാളാണെന്ന് പറയുന്നത്. ഇവൻ്റെ വലിയ ആഗ്രഹം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാശ്മീരിലേക്ക് സൈക്കിൾ യാത്ര ചെയ്യണം. ചിലപ്പോഴൊക്കെ നമ്മളെ കാണാൻ വരുന്നതൊക്കെ ഇവൻ പറയുന്നു, ഇവൻ ദീർഘദൂര യാത്രയ്ക്ക് പോകുന്ന വഴിക്ക് കാണാമെന്നാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് കാണാൻ വരുന്നതൊക്കെ. എന്ന് വെച്ചാൽ സൈക്കിളിൽ ഇവൻ ഒരുപാട് ദൂരം യാത്ര ചെയ്യുന്നു. ഈ യാത്രയുടെ ലക്ഷ്യങ്ങളെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് ലക്ഷ്യങ്ങളൊന്നുമില്ല താൻ. ഇവന് കിട്ടുന്ന സമയങ്ങൾ, ഒഴിവ് സമയങ്ങൾ മുഴുവൻ ഇവന് സൈക്കിൾ യാത്രയിൽ ഇങ്ങനെ പോകും. ഒരു പ്രാകൃത രൂപമാണ് ഇവനുള്ളത്. എന്ന് വെച്ചാൽ വേണ്ട രീതിയിൽ സ്വന്തം ശരീരത്തെയോ സ്വന്തം ജീവിത രീതിയോ ഒന്ന് ക്രമപ്പെടുത്താനൊന്നും താല്പര്യമില്ലാത്തതുപോലെ ഇവനെ കണ്ടാൽ അറിയാൻ പറ്റും. പഠനം പാതി വഴി അവസാനിപ്പിക്കാൻ പോവുകയാണ്, കാരണം പഠിക്കാൻ താല്പര്യമില്ല. മാത്രമല്ല ഇവൻ്റെ മറ്റൊരു സ്വഭാവ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവൻ ഈ യാത്ര ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ചിലവ് കാശ് എവിടെ നിന്നാണ്. ഇവൻ പറയുന്നു, എനിക്ക് ആരും പൈസ തരേണ്ട കാര്യമില്ല, ഞാനത് കണ്ടെത്തിക്കോളാമെന്നാണ് പറയുന്നത്. പക്ഷേ വീട്ടിൽ ഒരു പരാതിയുള്ളത്, ഇവൻ പൈസ എടുക്കുന്നുണ്ടോ എന്നൊരു സംശയം. കാരണം വീട്ടിൽ സാമ്പത്തികമായ മോഷണങ്ങൾ നടക്കുന്നുണ്ടെന്നുള്ളത് അവർക്കൊരു പരാതി. അങ്ങനെ എല്ലാം കൊണ്ടും ഇവൻ വീട്ടിലൊരു ശത്രുവായി തീർന്നത് പോലെ ഒരു അനുഭവത്തിലാണ് ഇപ്പോൾ ഉള്ളത്. പഠനം പാതി വഴിയെ നിർത്താൻ പോകുന്നു. യാത്രകൾ അവൻ ഇഷ്ടമുള്ളതുപോലെ ചെയ്യുന്നു. ചില സമയങ്ങളിലൊക്കെ അവൻ എവിടെ രാത്രി സമയങ്ങളിലാണെങ്കിൽ പോലും യാത്രയാണ്. തോന്നിയ സമയത്ത് എഴുന്നേറ്റ് വീട്ടിൽ നിന്ന് എഴുന്നേറ്റ് പോവുകയാണ്. ഇനി ഇവൻ്റെ കൂട്ടുകെട്ടുകൾ, ഇവൻ നടത്തുന്ന സൗഹൃദങ്ങളെന്ന് പോലും ചിലപ്പോഴൊക്കെ വഴിതെറ്റിയ കൂട്ടുകെട്ടുകളാണെന്നാണ് വീട്ടുകാരുടെ അഭിപ്രായം.
ഇവർക്കും ശക്തമായ സംശയമുണ്ട്, ഇവൻ എന്തൊക്കെയോ ലഹരി ഉപയോഗിക്കുന്നുണ്ട്, ഇവൻ്റെ സംസാരം ചില സമയത്ത് അത്ര നോർമലൊന്നുമല്ല. എന്ന് വെച്ചാൽ ബോധപൂർവമല്ല അവൻ സംസാരിക്കുന്നത്, ഏതോ ഒരു മായാലോകത്തുള്ളതുപോലെ, യാഥാർത്ഥ്യങ്ങളൊന്നുമല്ല പറയുന്നത്. ഇവൻ വലിയ ആളാകണം, നോക്കിക്കോ ഇനി ഞാൻ പോകുന്നത് കാശ്മീരിലേക്കാണെന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പം നീ എങ്ങനെ അവിടെ ജീവിക്കുന്നു വെച്ചാൽ അതൊക്കെ അതിനൊക്കെ എനിക്ക് അവിടെ ഗഡികളുണ്ട്, അവിടെ എനിക്ക് കൂട്ടുകാരുണ്ട്, വലിയ വലിയ ബന്ധങ്ങളുണ്ടെന്നാണ് പറയണത്. കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും അല്പം പോലും ഒരു യാഥാർത്ഥ്യ ലോകത്തല്ലാത്തതുപോലെ തോന്നാൻ ഇടയുണ്ട്. അപ്പോൾ വീട്ടുകാർക്ക് സംശയമുള്ളത് ഇവൻ എന്തൊക്കെയോ ഉപയോഗിക്കുന്നുണ്ട്, അതുകൊണ്ടാണ്. പക്ഷേ കാഴ്ചയിൽ ഇവൻ ഒന്നും ഉപയോഗിക്കുന്നതായിട്ട് മനസ്സിലാക്കുന്നില്ല താനും. പക്ഷെ ഇവൻ്റെ സംസാരം പ്രകൃതിയിലൊക്കെ എന്തൊക്കെയോ ഇവൻ ഉപയോഗിക്കുന്നത് പോലെ, ലഹരി ഉപയോഗിക്കുന്ന പോലെ തോന്നുന്നു. ഇവൻ്റെ സംസാരത്തിൽ എന്തോ മാറ്റങ്ങളുള്ളതുപോലെ തോന്നുന്നു. പഠിക്കാനാണ് ഒട്ടും താല്പര്യമില്ല താനും. വീട്ടുകാരോട് ആരോടും ഇവനൊരു സ്നേഹമില്ല താനും. ഇങ്ങനെ ഒരു സ്വഭാവത്തിൽ വളരുന്ന ഒരു വ്യക്തിയെ എന്ത് ചെയ്യണമെന്നാണ് വീട്ടുകാർ ചോദിക്കുന്നത്. എങ്ങനെ ഇവനെ സഹായിക്കാൻ പറ്റും? എന്തുകൊണ്ട് ഇങ്ങനെ ആയിപ്പോകുന്നത്? ഒരു പക്ഷേ ഇവൻ്റെ ജീവിതത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പം അറിയുന്നൊരു കാര്യം ഇതാണ്, ഇവൻ ചെറുപ്പത്തിലെ മുതൽ ഇവൻ വളർന്നു വരുമ്പോൾ സാഹചര്യത്തിൽ ഇവനെ നിയന്ത്രിക്കാൻ ശ്രമിക്കരുത് എന്നാണ് വീട്ടുകാരൊക്കെ ചിന്തിച്ചിരുന്നൊരു കാര്യം. കാരണം ഇവന് ചില ശാരീരികമായ അസുഖങ്ങളുള്ളൊരു വ്യക്തിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ വീട്ടുകാർ തീരുമാനിച്ചു ഒരുപാട് ഇവനെ നിർബന്ധിക്കരുത്, ഒന്നിനും ഇവരെ നിർബന്ധിക്കാൻ പാടില്ല, ഇവൻ്റെ സ്വാതന്ത്ര്യത്തിൽ വളരട്ടെ, ഇവനെ വിഷമിപ്പിക്കരുത് അമിതമായിട്ട്. അതുകൊണ്ടൊരു പക്ഷേ അമിതമായ സ്വാതന്ത്ര്യം ഇവൻ്റെ വീട്ടിൽ ഇവന് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഇവനിഷ്ടമുള്ളത് മാത്രം ചെയ്യുക എന്നൊരു രീതിയിലേക്ക് ഇവൻ മാറി എന്നുള്ളതാണ് ഇവൻ്റെ വളർച്ചയിൽ സംഭവിച്ച ഒരു അപാകത. അതുകൊണ്ട് തന്നെ ഇവൻ്റെ പരീക്ഷയിൽ എന്തെങ്കിലും മാർക്ക് കുറവ് വന്നാൽ പോലും ചിലപ്പോൾ ആരും അങ്ങനെ പരാതി പറയാറില്ല. കാരണം ഇവന് അങ്ങനെ പഠിക്കാൻ ചിലപ്പം ആരോഗ്യം ഇവന് അനുവദിച്ചു കാണില്ല, ഇവന് ക്ഷീണം ഉണ്ടാകും. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഇങ്ങനെ ഒരു സാധ്യതയുള്ളത് എന്ന് ഇവൻ ചിന്തിച്ചതുകൊണ്ടാണ്, വീട്ടുകാരത് അനുവദിച്ചതുകൊണ്ടാണ് ഒരു പക്ഷേ ഇവൻ്റെ ഇഷ്ടങ്ങൾ മാത്രമാണ് നടക്കാറുള്ളത്. അപ്പോൾ വാസ്തവത്തിൽ ഒരു കൃത്യമായ ഒരു ചിട്ടയായൊരു ജീവിതശൈലി ഇവനില്ലായിരുന്നു. ഇവൻ്റെ ഇഷ്ടമുള്ള രീതിയിലാണ് ഇവൻ ജീവിച്ചു വളർന്നത്. വീട്ടുകാരാണെങ്കിൽ അതിനൊരു പരിധി വരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. പക്ഷെ പിന്നീട് അവൻ വളർന്നു വരുന്ന സാഹചര്യങ്ങൾ അവൻ വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്തുന്നില്ല എന്ന് കണ്ടപ്പോഴാണ് മനസ്സിലായത് ഇത് അലസതയാണോ എന്ന് അവർക്ക് ചിന്തിക്കാൻ തുടങ്ങി. വാസ്തവത്തിലൊരു പരിധി വരെ ഇവൻ്റെ ഒരു മടിയാണ് ഇത്തരത്തിലുള്ള മാറ്റങ്ങൾക്കിടയായതെന്ന് അവർക്ക് പിന്നീട് മനസ്സിലായി. കാരണം അത്തരത്തിലുള്ള ഒരു അസുഖത്തിൻ്റെ ലക്ഷണങ്ങളൊന്നും പിന്നീടൊന്നും ഉണ്ടായിട്ടില്ല. പിന്നീടൊന്നും അത്തരത്തിലുള്ളൊരു അസുഖത്തിൻ്റെ പേരിൽ ആശുപത്രിയിൽ കിടക്കേണ്ടി വന്നിട്ടുമില്ല. പക്ഷേ ഇവൻ ഇപ്പോൾ കാണിക്കുന്ന ഈ സ്വഭാവ പ്രത്യേകതകൾക്കൊക്കെ പുറകിൽ ഇവൻ്റെ രോഗങ്ങളല്ല, ഇവൻ്റെ രോഗത്തിനോടനുബന്ധിച്ചുള്ള ശീലങ്ങളല്ല, ക്ഷീണങ്ങളോ അല്ല, ഇവൻ്റെ സ്വഭാവത്തിലുള്ള അമിതമായ അലസതയാണ് ഇതിന് കാരണമെന്ന് മനസ്സിലായി. പഠിക്കാനുള്ള ബുദ്ധിസാമർഥ്യക്കുറവൊന്നുമല്ല, പക്ഷേ അതിനുവേണ്ടി മെനക്കെടില്ല എന്ന രീതിയിലാണ്. പഠിക്കാൻ താല്പര്യമില്ല. പരീക്ഷയിൽ മാർക്ക് കുറഞ്ഞപ്പം വീണ്ടും എന്നാൽ ഇവൻ അങ്ങനെ പഠിക്കാത്ത രീതിയിൽ ഏതെങ്കിലും ഒരു പ്രായോഗികമായ പരിശീലനം നേടുന്ന ഏതെങ്കിലും ടെക്നിക്കൽ കോഴ്സുകളിൽ ചേർത്ത് ഇവനെ പഠിപ്പിക്കാമെന്ന് കരുതി. അവിടെയും ഇവൻ സ്ഥിരമായ ക്ലാസ്സിൽ പോകാതെയായി. പഠിക്കാൻ താല്പര്യമില്ല. അതിനും കാരണം ഇവൻ്റെ ബുദ്ധി കുറവല്ല, അലസതയാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇവൻ്റെ ജീവിതത്തെ അത്തരത്തിലുള്ള ഒരു ദുരന്തമായ ജീവിതമായിട്ട് ഇവൻ തന്നെ കണക്കാക്കി. എന്നിട്ട് ഇവൻ്റെ സ്വാതന്ത്ര്യങ്ങളിൽ ഇവൻ സന്തോഷിക്കാൻ തുടങ്ങി. ഇവൻ്റെ ഇഷ്ടങ്ങൾ മാത്രം നടക്കുന്നതിൽ ഇവൻ സന്തോഷിക്കാൻ തുടങ്ങി. അങ്ങനെ ഇവൻ ഇഷ്ടങ്ങളെ തേടിയുള്ള യാത്രയിൽ ഇവൻ എടുത്ത ഒരു തീരുമാനം, തിരഞ്ഞെടുപ്പാണ് ഇങ്ങനെയുള്ള ചില യാത്രകൾ അവനെ സന്തോഷിപ്പിക്കും. പുതിയ സ്ഥലങ്ങൾ, പുതിയ സ്ഥലങ്ങളിലേക്കുള്ള എക്സൈറ്റ്മെൻറ്റുകൾ, അതൊക്കെയാണ് ഇവൻ്റെ ജീവിതത്തിലെ മാറ്റങ്ങൾ. ഒരിക്കലും സ്ഥിരതയോടെ ഇരിക്കുന്നൊരു രീതിയല്ല. എന്ന് വെച്ചാൽ എപ്പോഴും മാറ്റങ്ങൾ ആവശ്യപ്പെടുന്ന രീതിയാണ്. പുതിയ സ്ഥലങ്ങൾ, പക്ഷേ അതിന് ഒരു ചെലവ് കുറഞ്ഞ മാർഗം കൂടി അവൻ കണ്ടെത്തി. സൈക്കിളിൽ യാത്രയാണ്. അപ്പോൾ പിന്നെ വീട്ടുകാർക്ക് അമിതമായിട്ട് പരാതിപ്പെടാനില്ലല്ലോ. എന്ന് വെച്ചാൽ യാത്രകൾക്ക് പൈസ ചെലവില്ല, സൈക്കിൾ യാത്രയിലാണ്. അപ്പോൾ അതുകൊണ്ട് അതുപോലും ഇവൻ ഏറ്റവും ഇവനെ മറ്റുള്ളവരധികം കുറ്റപ്പെടുത്താത്ത രീതിയിലുള്ള ചില മാർഗങ്ങൾ തിരഞ്ഞെടുത്തു എന്നുള്ളതാണ് ഇവൻ്റെ ഒരു ബുദ്ധിപരമായ ഒരു എന്ന് വെച്ചാൽ ഡിസ്ട്രക്റ്റീവായിട്ടുള്ള നീക്കം എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ അവൻ്റെ യാത്രകൾ അവൻ സന്തോഷിക്കുന്നു എന്ന് വെച്ചാൽ അവൻ്റെ ഇഷ്ടമുള്ള സ്വഭാവങ്ങളിലേക്ക് അവനെ കൊണ്ടുപോകാൻ കഴിയുന്ന ചില യാത്രകളിലേക്ക് അവൻ തീരുമാനങ്ങൾ എടുക്കാൻ തുടങ്ങി. ഈ സൈക്കിൾ യാത്രയിൽ അവൻ കണ്ടുമുട്ടുന്ന അല്ലെങ്കിൽ അവൻ സൗഹൃദം സൂക്ഷിക്കാൻ ശ്രമിച്ച ചെറുപ്പക്കാരെല്ലാവരും തന്നെ ഇത്തരത്തിലുള്ള സമാന ചിന്താഗതി ഉള്ളവരാണെന്ന് അവന് മനസ്സിലായി. എന്ന് വെച്ചാൽ പഠിക്കാൻ താല്പര്യമില്ല, അതുപോലെ തന്നെ സ്ഥിരതയോടെ ഒരു സ്ഥലത്ത് ജോലി ചെയ്യാനോ അല്ലെങ്കിൽ ഒരു ജീവിതത്തിൽ മാറ്റം വരുത്താനോ ശ്രമിക്കാത്ത വ്യക്തികളാണ്. അവരുടേതായ സുരക്ഷിതമായ സങ്കേതങ്ങൾ മാത്രം തേടുന്നവരാണ്. അപ്പം അതുകൊണ്ട് തന്നെ
ഇവൻ അങ്ങനെയുള്ള ചില കൂട്ടുകെട്ടുകൾ കിട്ടി. നമുക്കറിയാം, ചിലപ്പോഴൊക്കെ ചില തീരുമാനങ്ങൾ ഇപ്പോഴത്തെ ചെറുപ്പക്കാരായ കുട്ടികൾ എടുക്കുന്നതിന് കാരണം അവർ യൂട്യൂബിലോ അല്ലെങ്കിൽ ചില ബ്ലോഗുകളിലോ കാണുന്ന ചില ഷോർട്ട് ഫിലിംസിലോ സിനിമകളിലോ കാണുന്ന ചില വ്യക്തികളെ അനുകരിക്കാൻ ശ്രമിക്കുന്നു, അന്ധമായിട്ട് അനുകരിക്കാൻ ശ്രമിക്കുന്നു. അപ്പം ഇത്തരത്തിലുള്ള യാത്രകൾ നടത്തുന്ന ചില ആളുകളെ ഇവരമിതമായിട്ട് അനുകരിക്കാൻ ശ്രമിക്കുന്നു. അതാണ് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ നേട്ടമെന്ന് അവർ കരുതുന്നു, സമ്പത്തെന്ന് കരുതുന്നു. ചിലപ്പോഴെങ്കിലും നമുക്കറിയാം, ചിലപ്പോൾ ഇങ്ങനെ ഇത്തരത്തിലുള്ള യാത്രകൾ നടത്തുന്നവരും ഇത്തരത്തിലുള്ള യാത്രാ വിവരണങ്ങൾ നടത്തുന്നവരും അവരുടെ ജോലി സമയത്തിൻ്റെ ബാക്കിയുള്ള സമയമോ അവരുടെ ഉത്തരവാദിത്തങ്ങൾ കഴിഞ്ഞിട്ടുള്ള സമയത്തൊക്കെയാണ് നടത്തുന്നുണ്ടാകുക. പക്ഷേ ഈ ചെറുപ്പക്കാരെടുക്കുന്ന തീരുമാനം അത് തന്നെയാണ് ജീവിതമെന്ന് മാറ്റുക, അത് തന്നെയാണ് ജീവിതമെന്ന് ചിന്തിക്കാൻ തുടങ്ങി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പം അങ്ങനെ വരുമ്പോഴാണ് ഇവൻ്റെ പഠനം നിർത്തുന്നു, ഇവൻ്റെ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് മാറുന്നു, സ്വന്തമായി ഇവൻ ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് യാത്രയാകുന്നു, പഠിക്കാൻ ശ്രമിക്കുന്നില്ല, ഇവൻ്റെ അലസത കൂടി വരുന്നു, ജീവിതത്തിൻ്റെ ക്രമങ്ങൾ മുഴുവൻ മാറുന്നു. വാസ്തവത്തിൽ ഇനി ഇതുപോലെ അവൻ തുടർന്നാൽ അവൻ ഒരിടത്തും എത്താത്ത ജീവിതമായിട്ട് മാറാനിടയുണ്ട്. ഒരുപക്ഷെ സൈക്കിളിൽ യാത്ര ചെയ്ത് എന്തുമാത്രം ദൂരം എത്താൻ പറ്റുമോ അതുപോലും ഉറപ്പില്ല. കാരണം ഒരു സ്ഥിരതയില്ലാത്ത വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇത്ര ദൂരം ഒരു യാത്ര ചെയ്യുക അല്ലെങ്കിൽ ഇത്ര വലിയ ഒരു നേട്ടങ്ങളിലേക്ക് കൊണ്ടുപോകുക എന്നുള്ളതും സ്വാഭാവികമായിട്ട് ചിന്തിക്കുമ്പോൾ സാധിക്കുന്നതല്ലെന്ന് മനസ്സിലാക്കുന്നു. കാരണം ഇത് കുറച്ച് നാളത്തേക്കേ ഉള്ളൂ, കുറച്ച് കഴിയുമ്പോൾ അതുപോലും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് അത് മടുക്കും അവന്. അപ്പം അതുകൊണ്ട് ഈ ഒരു സ്വഭാവ പ്രത്യേകത അവൻ മാറ്റണമെന്നുള്ളതാണ് ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം. അതുകൊണ്ട് ഇനിയുള്ള കാലത്ത് അവനെ എങ്ങനെ നമുക്ക് സഹായിക്കാൻ പറ്റും? തീർച്ചയായിട്ടും ചെറുപ്പത്തിലെ കിട്ടാത്ത ഒരു സ്വഭാവ പരിശീലനം ഇനിയെങ്കിലും ആരംഭിച്ചേ പറ്റൂ. എന്ന് വെച്ചാൽ കൃത്യമായ ചില ശിക്ഷണ രീതികളിലൂടെ, എന്ന് വെച്ചാൽ കൃത്യമായ ചില ചിട്ടകളിലൂടെ അവൻ്റെ സ്വഭാവത്തെ മാറ്റാനുള്ള ശ്രമം നടത്തണം. അതിന് ഒരുപക്ഷെ വീട്ടിലെ സാഹചര്യങ്ങൾ തന്നെ സഹായിക്കണമെന്നില്ല. അതിന് വേറെ ഏതെങ്കിലും ഒരു സാഹചര്യം, ശാസ്ത്രീയമായിട്ട് അവനെ സഹായിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം, അല്ലെങ്കിൽ അവനെ നിയന്ത്രിക്കാൻ സാധിക്കുന്ന ഏറ്റവും അടുത്ത ബന്ധുക്കളോ സുഹൃത്തുക്കളോ ഏതെങ്കിലും വ്യത്യസ്തമായൊരു സാഹചര്യത്തിൽ നിന്ന് അവൻ്റെ സ്വഭാവത്തെ ഒന്ന് ക്രമപ്പെടുത്താനുള്ള ശ്രമം നടത്തുന്നതാണ്. ചിട്ടയായൊരു ജീവിതത്തിലേക്ക്, ഒരു കാര്യം ഏൽപ്പിച്ചാൽ അത് കൃത്യമായിട്ട് ചെയ്യാൻ സാധിക്കുന്ന ഒരു ചിട്ടയായ ജീവിതത്തിലേക്ക് അവനെ ഒരുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് അവനെ പ്രോത്സാഹിപ്പിക്കണം. അപ്പം അതിന് വീട്ടിൽ നിന്ന് മാറി നിന്നാലേ ചിലപ്പോൾ പറ്റൂ. കാരണം വീട്ടിൽ അവന് ഒരുപക്ഷെ ഒരുപാട് ഒഴികഴിവുകൾ കണ്ടെത്താൻ ഇടയുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ വീട്ടിൽ നിന്ന് മാറിയ ഒരു സാഹചര്യത്തിൽ നിന്ന് പഠിക്കാനോ അല്ലെങ്കിൽ ഒരു ജോലിക്കോ ശ്രമിക്കുന്ന ചിട്ടയായൊരു ജീവിതശൈലിയിലേക്ക് അവനെ മാറ്റാനായിട്ട് അവനെ ശ്രമിക്കണം. രണ്ടാമത് അവനിൽ നടക്കേണ്ട ഒരു മാറ്റം അവൻ്റെ ജീവിതത്തെ ഒരു ഫാർ സൈറ്റഡ് എന്ന് വെച്ചാൽ കുറച്ചും കൂടി ദീർഘവീക്ഷണത്തോടു കൂടി കാണാൻ അവനെ പഠിപ്പിക്കേണ്ട ആവശ്യമുണ്ട്. കാരണം ജീവിതം എന്ന് പറയുന്നത് ഈ യൂട്യൂബിൽ കാണുന്ന യാത്രാ വിവരണങ്ങളിൽ കാണുന്ന സന്തോഷത്തിൻ്റെ സമയങ്ങൾ മാത്രമല്ല, പക്ഷെ അതിനപ്പുറത്തൊരു ജീവിതമുണ്ട്. എന്ന് വെച്ചാൽ സ്വന്തം ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാൻ മാത്രം ഒരു സാമ്പത്തികമായ ഒരു ചുറ്റുപാടുണ്ടാവുക, ജീവിതത്തിൽ നല്ല തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുന്ന നല്ല ബോധ്യങ്ങൾ ഉണ്ടാവുക, നല്ല അറിവുണ്ടാവുക എന്നുള്ള നല്ല ഒരു അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കാൻ, പുതിയ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുന്ന മാനസികാവസ്ഥയിലേക്ക് വളർത്തുന്ന ജീവിതശൈലി ആവശ്യമുണ്ട്. അതുകൊണ്ട് അതിന് കൃത്യമായൊരു പരിശീലനം ആവശ്യമുണ്ട്, ജീവിത ബോധ്യങ്ങൾ ആവശ്യമുണ്ട്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ആളുകളോട് ചോദിക്കുമ്പോൾ നിനക്ക് ആരാവണമെന്ന് ചോദിച്ചാൽ എനിക്ക് പ്രത്യേകിച്ച് ഒരു ലക്ഷ്യങ്ങളൊന്നുമില്ല, ലക്ഷ്യങ്ങളില്ലാത്ത ജീവിതമാണ്. അതുകൊണ്ട് രണ്ടാമത് ഇവന് ആവശ്യം ഒരു സ്ഥലത്ത് മാറ്റി നിർത്തി കൃത്യമായൊരു പരിശീലനം കൊടുത്തു, കൃത്യമായ രീതിയിൽ വളരാനായിട്ടുള്ളൊരു സാഹചര്യം, ഒരു ശിക്ഷണ രീതി ഇവന് കൊടുത്തതിന് ശേഷം രണ്ടാമതായിട്ട് ഉറപ്പായിട്ടും ഇവന് കൊടുക്കേണ്ടത്, ഇവനുണ്ടാകേണ്ട ഒരു കാര്യം വ്യക്തമായൊരു ലക്ഷ്യബോധമാണ്. എന്ന് വെച്ചാൽ എൻ്റെ ഇനിയുള്ള കാലം എൻ്റെ മാതാപിതാക്കൾ ആശ്രയിക്കാതെ, എൻ്റെ ബന്ധുക്കളെ ആശ്രയിക്കാതെ എനിക്ക് സ്വന്തം കാലിൽ നിൽക്കാൻ സാധിക്കുന്നൊരു ജോലി, എൻ്റെ ജീവിതത്തിൽ ഞാൻ നടത്തേണ്ട ഉത്തരവാദിത്തങ്ങൾ പൂർത്തിയാക്കാൻ മാത്രമുള്ളൊരു കാര്യബോധം, അതിനുള്ള അറിവ്, ഇതൊക്കെ അവൻ നേടിയെടുത്തേ പറ്റൂ. കൃത്യമായ ബോധ്യങ്ങളും ലക്ഷ്യങ്ങളും വളർത്തിയെടുക്കാൻ കഴിയുന്ന ശാസ്ത്രീയമായ സഹായങ്ങൾ ഇവന് ആവശ്യമുണ്ട്. അപ്പം അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു ജീവിത സാഹചര്യത്തിലേക്ക് ഇവനെ പ്രോത്സാഹിപ്പിക്കേണ്ട ആവശ്യമുണ്ട്. മൂന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം, അവന് വേണ്ട ഒരു കാര്യം, അവൻ്റെ ഇപ്പോൾ ഉള്ള ഒരു സ്വഭാവത്തെ മാറ്റാൻ ഒരു ഡി അഡിക്ഷൻ ഒരു പ്രോസസ്സിങ് ഉറപ്പായിട്ട് നടന്നേ പറ്റൂ. ഒരു പക്ഷേ അവൻ ഇപ്പോൾ ലഹരി ഉപയോഗിക്കുന്ന ശീലത്തിലാണെങ്കിൽ
അവൻ്റെ സ്വഭാവത്തെ നിയന്ത്രിക്കാൻ കഴിയാത്തൊരു മാനസികാവസ്ഥയോ ശാരീരികാവസ്ഥയോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവനെ ഒരു ഡി അഡിക്ഷൻ പ്രോസസ്സിങ്ങിലൂടെ കടത്തിവിടണം, ട്രീറ്റ്മെൻറ്റിലൂടെ കടത്തിവിടണം. എന്നിട്ട് അവൻ്റെ ബോധത്തെ, അവൻ്റെ മനസ്സിനെയും ശരീരത്തെയും ഒരു ആരോഗ്യമുള്ള അവസ്ഥയിലേക്ക് മാറ്റേണ്ട ആവശ്യമുണ്ട്. തീർച്ചയായിട്ടും ഞാൻ ഈ 3 കാര്യങ്ങൾ നടക്കേണ്ടത് അവസാനത്തേതാണ് ഈ ട്രീറ്റ്മെൻറ്റ് പ്രോസസ്സ് എന്ന് പറഞ്ഞെങ്കിൽ പോലും പക്ഷേ ഏറ്റവും ആദ്യം നടക്കേണ്ടത് ഈ ഒരു ട്രീറ്റ്മെൻറ്റ് പ്രോസസ്സായിരിക്കും. അവന് കൃത്യമായൊരു ചിന്തിക്കാൻ കഴിവുള്ളൊരു മനസ്സും ശരീരവും ഒരുക്കിയെടുക്കലാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതിനുശേഷമായിരിക്കാം പക്ഷേ അവനെ ഏറ്റവും നല്ലൊരു സുരക്ഷിതമായ സങ്കേതത്തിലേക്ക് മാറ്റി, വീട്ടുകാരല്ലാത്ത ഏതെങ്കിലും സാഹചര്യത്തിലേക്ക് മാറ്റി ജീവിതത്തെ ചിട്ടപ്പെടുത്താനുള്ള ചില പരിശീലനങ്ങൾ, ചില പരിശ്രമങ്ങൾ നടത്തേണ്ടത്. മൂന്നാമതായിട്ടായിരിക്കും അവനെ ചില ലക്ഷ്യങ്ങളിലേക്ക് അവനെ കൊണ്ടെത്തിക്കാൻ കഴിയുന്ന, നല്ല ബോധ്യങ്ങൾ വളർത്താൻ കഴിയുന്ന ശാസ്ത്രീയമായ ചില മാർഗങ്ങൾ കൊടുക്കേണ്ടത്. അവസാനമായിട്ട് ഇവനിൽ തന്നെ ഒരു ആത്മധൈര്യവും ആത്മാഭിമാനവും ഉണ്ടാക്കിയെടുക്കണം. കാരണം ചിലപ്പോഴെങ്കിലും ഇവൻ്റെ രോഗാവസ്ഥകളെ ഇവർ അമിതമായിട്ട് ഊന്നൽ കൊടുത്ത് ചെറുപ്പത്തിലെ തന്നെ വളർത്തുമ്പം അറിയാതെ തന്നെ ഇവൻ്റെ ഉള്ളിൽ ഇവനെക്കുറിച്ചുള്ള ഒരു സുരക്ഷിതത്വ ബോധക്കുറവ് എന്ന് വെച്ചാൽ ഒരു ഭയം ഉള്ളിലുണ്ടാകാൻ സാധ്യത. ഞാൻ അത്ര കണ്ട് മറ്റുള്ളവരെ പോലെ ആരോഗ്യമുള്ള വ്യക്തിയല്ല, മറ്റുള്ളവരെ പോലെ കഴിവുള്ള വ്യക്തിയല്ല എന്നൊരു ചിന്ത ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അതുകൊണ്ട് ഇവൻ എല്ലാത്തിൽ നിന്ന് പിന്മാറാനും എന്നാൽ ഏറ്റവും സുരക്ഷിതമായ കാര്യങ്ങൾ മാത്രം തിരഞ്ഞെടുക്കാനുള്ള സാധ്യതയുണ്ട്. അതല്ല ഇവനെ പഠിപ്പിക്കേണ്ടത്. നീ സാധാരണ കുട്ടികളെ പോലെ തന്നെയാണ്. നിനക്ക് വേണമെന്ന് വിചാരിച്ചാൽ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. നിൻ്റെ ആരോഗ്യം ഇപ്പോഴത്തെ രീതിയിൽ നീ സുരക്ഷിതനാണ്. നിനക്ക് മറ്റു കുട്ടികളെ പോലെ തന്നെ എല്ലാം ചെയ്യാൻ സാധിക്കുമെന്നൊരു ആത്മധൈര്യവും ഒരു ഉറപ്പും അവന് കൊടുക്കേണ്ടത് ആവശ്യമുണ്ട്. ഇത്തരത്തിൽ ഈ 4 കാര്യങ്ങൾ ഇവൻ്റെ ജീവിതത്തിൽ സംഭവിച്ചാൽ തീർച്ചയായിട്ടും ഇവന് നല്ല മാറ്റങ്ങൾ ഉണ്ടാകും. ഈ മാറ്റങ്ങൾ ഉണ്ടാകാൻ നല്ല ബന്ധങ്ങളാണ് ആവശ്യം. നല്ല ബന്ധങ്ങളിലൂടെ ഇവനെ പ്രോത്സാഹിപ്പിച്ച് ഈ 4 മാറ്റങ്ങളിലേക്ക് ഇവനെ വളർത്തിയാൽ ഒരു ട്രീറ്റ്മെൻറ്റാണ് നടത്തേണ്ടത് ആദ്യം. അതിനുശേഷം തീർച്ചയായിട്ടും ഇവനൊരു ജീവിതത്തെ ക്രമപ്പെടുത്താൻ ആവശ്യമായ ഒരു ശിക്ഷണ നടപടികൾ അല്ലെങ്കിൽ ഒരു അഭ്യസന രീതികൾ, പരിശീലനം നൽകണം. മൂന്നാമതായിട്ട് ഇവന് നല്ല ബോധ്യങ്ങൾ വളർത്താൻ കഴിയുന്ന നല്ല ശാസ്ത്രീയമായ ചില നിലപാടുകൾ ഒരു പരിശീലനം അവന് കൊടുക്കേണ്ടതുണ്ട്. നാലാമതായിട്ട് ഇവന് ആവശ്യമുള്ളത് ഇവൻ്റെ ജീവിതത്തിൽ ഇവനൊരു ധൈര്യം കൊടുക്കാൻ പറ്റണം, ഒരു ആത്മധൈര്യം കൊടുക്കാൻ പറ്റണം. ഇവനെ കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇവൻ രോഗിയല്ല, ഇവൻ കുറവുള്ളവനല്ല, ഇവൻ കഴിവുള്ളവനാണ്, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിവുള്ളവനാണ് എന്ന് ഇവനെ ഓർമ്മപ്പെടുത്തി ഇവനെ വളർത്തിയെടുക്കാൻ ശ്രമിച്ചാൽ തീർച്ചയായിട്ടും ഇവൻ നല്ല വ്യക്തിയായിട്ട് തീരും. അതിന് ഇവന് കഴിയാൻ സാധിക്കട്ടെ.